ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോസ്ക്രൂലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പൊളുക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് CPM ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് ഡിലേ ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് CPMൽ എന്തായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സർപ്രൈസും പാടുണ്ട് ഗൈസ്. അപ്പം നമ്മളപ്പം കളിക്കാൻ നമ്മളെ ഫ്രണ്ടും ഉണ്ട്. പിന്നെ നമ്മളിന്ന് നിങ്ങൾക്ക് ആ സർപ്രൈസ് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. മുതലാളി ഞാനാണ് കേട്ടോ, വമ്പത്തരത്തിന് നിൽക്കണ്ട കേട്ടോ, വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ, കൊയ്ത് സേട്ടോ തിന്നല് സേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നമ്മൾ പുതിയൊരു സംഭവം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് സർപ്രൈസ് ആണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാം. കാരണം നമ്മളെ വണ്ടിയൊക്കെ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോകാൻ. നമ്മളൊപ്പം ഒന്ന് കളിക്കാൻ ആരല്ലേ നിങ്ങൾക്ക് അറിയാലോ. മാസ്ക് നമുക്ക് മാസ്ക് അല്ല, ഞാൻ തൊപ്പിയോ കുട്ടാപ്പും വിളിച്ചാലും കുട്ടാപ്പ്, അത് നല്ല പേര്. കുട്ടാപ്പ് അവിടെ ഇവിടെ ക്യാമറ വണ്ടി എടുത്ത് പോകാം. അപ്പോഴാണ് അവർ ഇട്ട് കിട്ടുക. അഞ്ഞ് നിർത്തി കൂട്ടറിയില്ല. നിക്ക് നിർത്ത്. നമ്മളെ പിള്ളേരിന് കാണിച്ചു കൊടുക്കട്ടെ ഗായ്സ്. ഇതാണ് നമ്മളെ പുതിയ ഗാങ് ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പരിപാടിയായെങ്കിലും ഒരു സീന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും ഉണ്ടാവില്ല. നമ്മൾ കണ്ടോ ഗാർഡ്സിനൊക്കെ നിർത്തിയിരുന്നു. അറാത്തി ഞങ്ങൾ ഗാങ്ങിന്റെ പേര് പറഞ്ഞാലാണെങ്കിൽ ഞങ്ങൾക്കൊരു ക്യാമറ ഉണ്ട്. ഒരു പറയും എന്നാലും കറാട്ടമാനെ വേറെ നിർത്തിക്കണേ. ഞാൻ ഉള്ളിൽ കൂടെ വണ്ടി എടുത്തട്ടെ ഗൈസ്. നമ്പർക്കൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. എന്തായാലും അവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കിക്കോ. നമ്മള് പേരന്റെ മുമ്പിൽ നിർത്തിട്ട് വരാം. അവിടെ നിർത്തിട്ട് അവിടെ അതാ പോലീസിനൊക്കെ വെച്ചിരിക്കണേ. ഗറാജിൽ നിർത്തണോ? വേണ്ട അവിടെ നിർത്തി. അപ്പോൾ ഞാൻ പെരുത്തൊന്ന് സംസാരിച്ച് ഡീലാക്കട്ടെ. അപ്പോൾ കോഡ് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞില്ല, അത് നമുക്ക് സീക്രറ്റാണ്. അപ്പോൾ നമ്മൾ കോഡൊക്കെ പറഞ്ഞേക്കണേ, ഇവരപ്പം ഡീലാക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഇതാണ് നമ്മളെ ശങ്കടി, ഇത് മുങ്കടി. ഇവർ രണ്ടാളുമാണ് നമ്മുടെ മെയിൻ ഓഫീസേഴ്സ്. അപ്പോൾ എല്ലാവരും നോക്കി നടത്തണേ. അതിനെ നോക്കിക്കോളി, നല്ല നോക്കിക്കോളി. അത്രയുള്ളൂ. പാല് വഴിട്ട് മതി. അപ്പൊ എനിക്ക് പാല് കുടിച്ചാൻ പറ്റോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, ഇതിന്റെ ഒക്കെ പൈസ എന്റെ പപ്പാന്ന് കൊടുക്കും? വിളിച്ചില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവർക്ക് ഇത് കാണിച്ചൊക്കെ അടിച്ച് ഇത് കളയല്ലേ. ഇവിടെ കഴിച്ച് നമുക്ക് ഇതിന്റെ കുറച്ച് ഇതാരാന്നറിയില്ല. ഇതാണ് നമ്മളെ ഒരു ചെറിയ വലിയ ഗരാജല്ല, ഇതൊരു ചെറിയ സെറ്റപ്പ്. നമ്മളെ വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ശരിയാവാത്തോണ്ടാണ് നമ്മൾ വേറെ സ്ഥലം ഉണ്ടാക്കിയത്. അതിന് നമുക്ക് വണ്ടിയായിട്ട് പോയിട്ട് വണ്ടി കയറി നമുക്ക് ഒരിക്കൽ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തുമ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ട് നമ്മളെ വണ്ടി നാസാക്കും. പൊടി പിടിച്ചും പിന്നെ ഇതൊക്കെ ആവും. കാക്ക പോകും. അപ്പൊ നമ്മളൊരു ചെറിയ സെറ്റപ്പ് ഗരാജ്. അടിയത്തെ വണ്ടി അത് നിങ്ങൾക്ക് സർപ്രൈസ് ആണ്. അത് നമുക്ക് പിന്നെ കാണിച്ചാൽ ലോയിഡ് വണ്ടികൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് മേൽഭാഗം ഇങ്ങനെ കയറ്റാൻ പറ്റും. ചെറുതായിട്ടൊന്നും ഇവിടെ ഒറ്റ സ്പീഡാണ് വന്നോ. ഇവിടെ കുടുങ്ങും. ഈ വണ്ടി അത്രക്ക് പ്രശ്നമില്ലല്ലേ?
ഇതൊക്കെ താഴ്ക്കുന്നു. നിനക്ക് വണ്ടി അവിടെ കുറച്ചും കൂടി എന്തോ ഒന്നായി, ഞാൻ ഒന്നും കൂടി താഴ്ന്ന് അങ്ങനെ ഒരു ഫോഴ്സിലാണ്ട് എടുക്കും. ആ അപ്പൊ കേറി. ഇതൊക്കെ നമ്മളെ വണ്ടിയാണ് തന്നെ കഴിച്ചു. നമ്മളെ റേഞ്ച് റോവർ നമ്മളെ എന്താ ഹൈദരാബാദ് പോയപ്പോൾ വാങ്ങിയ വണ്ടി. അതാണ് കഴിച്ച് നമ്മളെ മിനി പാർക്കിങ്. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമുക്കൊരു വണ്ടി സർപ്രൈസ് ആയിട്ടുണ്ട്. ഇടാവാ ആടാ. ഇതാണ് ഗൈസ് നമ്മളെ ഗ്യാങ് കാറ്റ്. അതൊരു ചെറിയ ബഗ്ഗാണ് ഗൈസ് മേലെ കാണുന്നത്. ഈ വണ്ടികളൊക്കെ ഓട്ടണത് ഞാനേക്കാരം ഗൈസ്, കാരണം ഇതൊക്കെ അല്ലേ എൻ്റെ അടുത്താണ്. ഇതിലെല്ലാ ചാവി എൻ്റെ അടുത്തുണ്ടാവും. അപ്പൊ ഇത് പുറത്ത് കറക്കിട്ട് നമുക്ക് കാണാം. പുറത്ത് കറക്ക്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ടയർ സർവീസ് ഉണ്ട്. പിന്നെ ഞാൻ ഗരാജ് അണിച്ചു കൊടുത്തിട്ട് അവർക്ക് വെയിറ്റ് ഗരാജ് അണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഗൈസ് നമുക്ക് ഇതാ ഒരു അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞതാ നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പ്. ഇവിടെ ആയിട്ട് വണ്ടി ആൾ നിർത്തിയിട്ടിരിക്കണേ. പെട്രോൾ പമ്പും ഉണ്ട് നമുക്കായിട്ട് ഫ്രീ ആയിട്ട്. കാർ സർവീസ് ഉണ്ട്. ഇതാ നമ്മളെ ശംഭു അണ്ണൻ പണിക്കെടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി കാത്തുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പണിയൊക്കെ നോക്കാം. ഇവിടെ ഫുൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ വണ്ടി കാണിച്ചത് അവിടെയും നമുക്കിപ്പോൾ ഗരാജ് എടുത്താണ്ട് ദൂരൊക്കെ ഒന്ന് പോയി പെട്രോൾ അടിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ നേരെ എടുക്കുക, വരിക, കണ്ട് കുത്തുക, പെട്ടെന്ന് പരിപാടി. ഇതൊരു മിനിയേച്ചർ അർബാന തന്നെ പറയുന്നത്. ഐഡിയസ് എന്നുള്ളത് ഞങ്ങളെ ഗ്യാങ്ങിൻ്റെ പേരാട്ടോ. അത് ഞങ്ങൾ ആ ഒരു കസിൻസ് അങ്ങനെ ഇട്ട പേരാണ്. 4 ഗ്യാങ് ഉണ്ട്, 4 ആൾക്കാരുണ്ടോ, 4 പേര്. അതാണ് ഗൈസ് നമ്മളെ വണ്ടി. ഇതില് എന്താണ് ഈ 4 ആൾക്കാർ യൂട്യൂബ് ചാനൽ വന്നിക്കണ് ഗൈസ്. ഒരുത്തിന് CPM വലിച്ചാൻ വന്നിക്കണ്, ഒരുത്തിന് ഗോസ്റ്റിന് വന്നിക്കണ്, ഒരുത്തന്മാർ തന്നെ വന്നിക്കണ്. നഫി എന്നൊക്കെ പറയുമല്ലോ പേര്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബാക്ക് കയറി ഒരു മിനിയേച്ചർ അർബാന നമുക്കിതാ ഇവൻക്കായിട്ട് ഇമ്പോർട്ട് ചെയ്താണ്. നമുക്കിങ്ങനെ ബിസിനസ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിക്കണം. അപ്പൊ അതിന്റെ 4 ആൾക്കും പോകാൻ വേണ്ടിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മള് കുറെ അതിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. ഡ്രൈവർ ഞാനാണ്. ഡ്രൈവറിന് വണ്ടി എന്തായാലും വണ്ടി എടുക്കുക. നമുക്ക് മറ്റേ സ്ഥലം പാടാന്ന് കാണിച്ചു കൊടുക്കും. കുറച്ച് സ്ഥലങ്ങളും ഈ വണ്ടി ഇപ്പൊ എടുക്കണില്ല. ഈ വണ്ടി കൊണ്ടുപോവാൻ പെട്രോളൊക്കെ നമ്മൾ നേരെ വിട്. ഞാൻ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. നേരെ കാണുന്നുണ്ടോ ഒരു മതില് മാതിരി. അതിന്റെ അവിടുന്ന് ഇങ്ങോട്ട് എൻട്രി ഇല്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. അത് നടന്നേ പോകാൻ പറ്റുള്ളൂ. അവിടെ നമ്മളെ പോലീസുകാരൊക്കെ നിർത്തിക്കണേ. നമ്മളവിടുത്തെ ഷോപ്പ് കാണിച്ചു കൊടുക്കട്ടെ. നിർത്തി പോയി ഷോപ്പ് കാണിച്ചു കൊടുക്കും. ഇതാണ് ഗൈസ് നമ്മുടെ ഒരു മിനി ഷോപ്പ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആൾക്കാർക്ക് കസ്റ്റമർക്ക് സാധനങ്ങളൊക്കെ വാങ്ങട്ടെ. ഞാൻ ഇവിടുന്ന് ഐസ്ക്രീം കൊടുത്തോ? ഐസ്ക്രീം പൈസ എന്തൊക്കെ അയച്ചാരാ? ഇന്ത്യക്ക് അയച്ചില്ലേ? അതിന്റെ പൈസ അങ്ങനെ ഇതൊക്കെ നമ്മളെ സ്ഥാപനം തന്നെയാണ് ഗൈസ്. നമ്മളൊക്കെ റെഡിയാക്കിയതാണ്. ഇതൊക്കെ തൂക്കിയില്ലേ? ഇവിടുന്ന് എന്തായാലും ഇനി നടന്നു പോയിട്ട് കാണിച്ചാനില്ല. 500 രൂപയ്ക്ക് വാങ്ങിക്കണേ. പെട്രോൾ ആയിട്ട് പൈസ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പന്തലൊക്കെ ഇട്ട് ഇവിടെ നമുക്ക് ബൈക്കുകളൊക്കെ ഇങ്ങനെ നിർത്തിടാൻ പറ്റും. പിന്നെ ഇതാണ് ഗൈസ് നമ്മളെ മെയിൻ സ്ഥലം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ആ ഒരു ചെറിയ നമ്മൾ പറഞ്ഞ സ്ഥലം. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വല്ല വാനും അവിടെ സ്ഥലം ഇല്ലാതാവുമ്പോൾ നമുക്ക് അവിടെ നിർത്തിടാനായിട്ട് ഒരു വാൻ. ഇത് നമ്മളെ ഇത് മാത്രല്ല 3 വണ്ടികളുണ്ട്. ഇതല്ലാതെ നമുക്ക് വേറെ 3 വണ്ടികളുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒരു ഇങ്ങനെ പഠിക്കാർക്ക് അവിടെ ഒരു താത്തൊക്കെ ഉണ്ട്. ഈ താത്താക്കൊക്കെ വേണ്ടിയിട്ട് അസലായിരിക്കും താത്ത.
താത്ത പിള്ളാവില്ലേ ആൺകുട്ടികളെ വശക്കുന്നത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട കേസ്. അപ്പം എന്തായാലും നമുക്ക് താത്തയാണത് ബസ് ഡ്രൈവറാണത്. ഇത് അവിടെ ആയിട്ട് ഇത് അവിടെ ഒരു എൻട്രി. നമുക്കിപ്പോൾ വണ്ടിയാൾ വിൽക്കണമെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് നമുക്ക് വണ്ടിയാൾ വിൽക്കാം. ഇതാണ് നമ്മളൊരു അബാൻഡഡ് എയർപ്ലെയിൻ. ഇത് പണ്ട് ഞങ്ങള് ഇവിടേക്ക് പോയിട്ട് വരുമ്പോ പിന്നെ നമുക്കിവിടെ ചെറിയൊരു ടയർ സർവീസ് മാറ്റി നമ്മളതാ അണ്ണൻ വലച്ചി ബായ് നമ്മളെ ബായ് റെഡി ആക്കി. പിന്നെ ഓന്റെ കളിയാക്കണ പേരാണ് ബായ്. ഓന്റെ പേര് ഹക്കീമാണ്. ബായാൾക്കും ഹക്കീം എന്നൊക്കെ പേര് വിടാം. കുസ്മള ഓൻ മലയാളമാണ് പറയുന്നത്. പിന്നെ ഇതാണ് കേസ് നമ്മളെ ട്രെയിലർ. ഇവിടെ നമുക്ക് യൂറിൻ പോയിന്റ് ബാത്റൂം ഒക്കെ ഉണ്ട്, അതിന് വെച്ചാറാണ്. പിന്നെ ഇതാണ് കേസ് നമ്മളെ ട്രെയിലർ. നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവൻ നേരത്തെ പണിയെടുത്തില്ല. അത് നമുക്ക് ശരിയാക്കാം. ഏത് അതിപ്പോ എന്താടാ ഇവിടെ നമുക്ക് സർവീസ് ഒക്കെ ചെയ്യാൻ വേറെ ആൾ പാടുണ്ട്. ഇത് നമുക്ക് ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ ലോഡ് വണ്ടികൾ, അത് ഈ മോഡിഫൈഡ് വണ്ടികളൊക്കെ റോഡ് കൂടെ കൊണ്ടാത്ത പ്രശ്നങ്ങളാണ്. ഇത് നമ്മളെ ട്രക്ക് ഒഫീഷ്യൽ ട്രക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ട്രക്ക് വെച്ചിട്ട് നമ്മൾ എന്താട്ടും വണ്ടികളൊക്കെ റോഡ് കറക്കുന്നതാണ്. ഇതാണ് അതിന്റെ ട്രെയിലർ. ഈ വണ്ടിന്റെ അത് ഈ ഒരു ലോറിന്റെ ആയിട്ടാണ്. ഈ ലോറി എത്ര റുപ്യാന്നറിയ ലോറിക്ക്? 10 ലക്ഷമാണ്. നല്ല പൈസ മുടക്കി ഞങ്ങൾ ഈ സ്ഥലം പണിയാണ്. പിന്നെ അതാ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടണ ഒരു നല്ലൊരു ബാർബിക്കൊക്കെ അടിച്ച് കിട്ടണം. നല്ലൊരു ചില്ലി ചിക്കൻ ഉണ്ട് ഗൈസ്, അത് തിന്നോക്കണം ഗൈസ്. ഞാൻ വേണമെങ്കിൽ എന്താ ടേസ്റ്റിനാണെങ്കിൽ ഇവിടെ നമുക്ക് കസാലൊക്കെ ഇട്ടിങ്ങനെ ഇവിടെ ഒക്കെ ഇരുന്ന് നല്ല ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുളിക്കണം ഇവിടെ കയറുക, ഇവിടെ ഉണ്ട് ഇരിക്കുക, നല്ല കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നല്ല വെള്ളമില്ല ആ ഒരു സ്ഥലം, നല്ല വൈബ് പൂഷ്മ അതൊക്കെ കൂടി നല്ല സുഖമില്ല സാധനം. അത് കയറി കുഴപ്പമില്ലടാ. നമുക്ക് പിന്നെ റെഡി ആക്കണം. വണ്ടിയിൽ ഇവിടെ നിൽക്കണ ശരിയില്ല. നമുക്ക് വേണമെങ്കിൽ താഴത്തെ വണ്ടി നമുക്ക് താഴത്തെ ഇത് കണ്ടാലും റോട്ടിക്കൊന്നും ഇറക്കല്ലോ. അപ്പൊ നമുക്ക് മണ്ണ് കുത്തി താഴത്ത നമുക്ക് റെഡി ആക്കുന്നതല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം. നമ്മളെ ചങ്ങായി അപ്പൊ നമ്മളിവിടെ ബാർബിക്ക് അടിച്ച് സെറ്റ് ചെയ്ത് നല്ല ചില്ലൗട്ടൊക്കെ അടിച്ച് കറങ്ങാൻ പറ്റിയ വേറെ കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഇവിടേക്കൊന്നും വരുമ്പോ ഇതിന്റെ ഉള്ളിൽ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. അതൊക്കെ സ്ട്രിക്ട്ലി നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഇവിടെ ചുറ്റി പോറുണ്ടാവും, വെട്ടി വിടും. പിസ്തലൊക്കെയാണ് കൊടുത്തിക്കണേ, അസർപ്പാക്കാന്റെ തോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു പൈസ നമ്മൾ മുടക്കി. ചുറ്റും കോമ്പൗണ്ടൊക്കെ കിട്ടിക്കിട്ടും, മതിലൊക്കെ കിട്ടിക്കണം, ആർക്കും ഉള്ളിക്കൊന്നും വരാൻ പറ്റില്ല. ഇത് മൊത്തം ചെലവ് വന്ന പൈസ പറഞ്ഞിട്ടാ ഒരു 3.5 കോടി വന്നു. 3.5 കോടി. അപ്പൊ വിചാരിച്ചു ഇത്രയും പൈസ കിട്ടുന്നതാണ്. നമുക്ക് കുറെ ബിസിനസ് ഉണ്ട്. അതൊക്കെ നമ്മള് വയ്യെ പറയുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാർ എടുത്തിട്ടോ, ഈ വണ്ടി ഇപ്പൊ കൊണ്ടുപോയില്ല, മീറ്റിംഗ് ഇല്ലല്ലേ. നമുക്ക് എന്തായാലും അപ്പോ അതിൻ്റെ പിയാല സമയം എന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പറയാനും വിട്ടുപോയി ഗൈസ്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണില്ല, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആൾക്കാരൊക്കെ നിർത്തിക്കണം. ആ ടവറിൻ്റെ ഗൺസൊക്കെ വെച്ചിട്ട് സ്നൈപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ആൾക്കാർ നിർത്തിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും തുടരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വേറെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുനടക്കാനാണ് പ്ലാൻ. ഇത് നമ്മളെ CPMത്തെ അറാത്തീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലേക്ക് തരാം. നമ്മളെ ഈ ഗ്യാങ്ങിൻ്റെ പരിപാടി, ഗ്യാങ് ഹൗസ് ബിസിനസ്, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു എപ്പിസോഡ്സൊക്കെ നമുക്ക് ഇനി വരാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാനായിട്ട് സ്റ്റേ ട്യൂൺ ഗൈസ്, ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ബൈ. ബൈ ബൈ.